ഹലോ കൂട്ടുകാരെ, 10ാം ക്ലാസ്സിലെ മാത്സിന്റെ 3ാം ചാപ്റ്റർ സമാന്തര ശ്രേണിയും ബീജഗണിതവും പേജ് 71-ലെ 1-ാമത്തെ ചോദ്യം നോക്കാം. ചോദ്യത്തിൽ കുറച്ച് സമാന്തര ശ്രേണികൾ തന്നിട്ടുണ്ട്. അവയുടെ തുകകൾ മനക്കണക്കായി കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സമാന്തര ശ്രേണികളിൽ ആദ്യ പദവും അവസാന പദവും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക കാണാനുള്ള പൊതുവായ സമവാക്യം എങ്ങനെ എഴുതാം? n സമം n/2 ഇൻറ്റു x1 പ്ലസ് xn. n എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണം, x1 ആദ്യ പദം, xn അവസാന പദം. ഇനി നമുക്ക് ഓരോ സമാന്തര ശ്രേണികളുടെ തുകകൾ കാണാം. ആദ്യത്തെ സമാന്തര ശ്രേണി 51, 52, 53 അങ്ങനെ 70 വരെ. ഈ സമാന്തര ശ്രേണിയിൽ ഒന്നാം പദം അല്ലെങ്കിൽ ആദ്യ പദം 51 ആണ്. x1 51 ആണ്. ഓക്കെ. അവസാന പദം xn 70 ആണ്. ഇനി നമുക്ക് ഈ സമവാക്യത്തിൽ n വേണമല്ലോ. n എന്തായിരിക്കും? 51 മുതൽ 70 വരെ എത്ര എണ്ണൽ സംഖ്യകളുണ്ട്? എത്ര എണ്ണമുണ്ട്? 20 എണ്ണം. അപ്പോൾ പദങ്ങളുടെ എണ്ണം 51 മുതൽ 70 വരെയുള്ള എണ്ണൽ സംഖ്യകൾ 20. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പൊതുവ്യത്യാസം 1 ആയതുകൊണ്ട് അവസാന പദത്തിൽ നിന്നും ആദ്യ പദം കുറയ്ക്കുക. 70 മൈനസ് 51 19 കിട്ടും. എന്നിട്ട് 1 കൂട്ടുക. അപ്പോൾ 20 കിട്ടും. പദങ്ങളുടെ എണ്ണം 20 എന്ന് കിട്ടി. ഇനി നമുക്ക് സമവാക്യത്തിൽ കൊടുത്താൽ തുക കിട്ടും. അപ്പോൾ തുക 20/2 ഇൻറ്റു 51 പ്ലസ് 70. അപ്പോൾ ഇത് 10 ആവും. 10 ഇൻറ്റു 121. അപ്പോൾ 1210. ഇനി നമുക്ക് രണ്ടാമത്തെ സമാന്തര ശ്രേണി നോക്കാം. രണ്ടാമത്തെ സമാന്തര ശ്രേണി ഏതാണ്? 1/1/2, 2/1/2, 3/1/2 അങ്ങനെ 12/1/2. അപ്പോൾ ഇവിടെ ഒന്നാം പദം എത്രയാ? x1 1/2. n-ാം പദം എത്രയാണ്? 12.5. ഇനി പദങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? ഇവിടെ ശ്രദ്ധിക്കുക, 1.5, 2.5 അങ്ങനെ പറയുന്നത് പൊതുവ്യത്യാസം 1 ആണ്. അപ്പോൾ 1.5 മുതൽ 12 വരെ എത്ര ഒന്നുകളുണ്ട്? 12 ഒന്നുകളാണുള്ളത്. അപ്പോൾ പദങ്ങളുടെ എണ്ണം 12 എന്ന് കിട്ടും. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അവസാന പദം മൈനസ് ആദ്യ പദം. 12ൽ നിന്നും 1.5 കുറച്ചാൽ എത്ര കിട്ടും? 11 കിട്ടും. അതിനോട് 1 കൂട്ടുക. അപ്പോൾ 12 എന്ന് കിട്ടും. ഇനി നമുക്ക് തുക കാണാം. തുക സമം 12/2 ഇൻറ്റു 1.5 പ്ലസ് 12.5. 1.5യും 12.5യും കൂട്ടുമ്പോൾ 14. അപ്പോൾ 12/2 ലഘൂകരിച്ചാൽ 6. 6 ഇൻറ്റു 14 84. അപ്പോൾ ഈ സമാന്തര ശ്രേണിയുടെ തുക എന്ന് പറഞ്ഞാൽ 84 ആണ്. ഇനി നമുക്ക് മൂന്നാമത്തെ സമാന്തര ശ്രേണി നോക്കാം. ശ്രേണി ഏതാണ്? 1/2, 1, 1/2, 2, 2, 1/2,
അങ്ങനെ 12 1/2. ഇതിൽ ആദ്യ പദം x1 1/2 ആണ്. അവസാന പദം 12 1/2 ആണ് xn. ഇനി ഇതിൽ എത്ര പദങ്ങളുണ്ട്? ഇവിടെ അര മുതൽ 12 വരെ. ഇവിടെ നോക്കൂ, അര 1 1/2. അപ്പോൾ പൊതുവ്യത്യാസം 1/2 ആണ്. അപ്പോൾ 12 1/2 12 വരെ എത്ര അരകളുണ്ട് എന്ന് നോക്കിയാൽ മതി. ഒന്നിൽ എത്ര അര ഉണ്ടാവും? 2 ഉണ്ടാവും. അപ്പൊ 12 എത്ര അരകൾ ഉണ്ടാവും? 24. പിന്നെ ഒരു അരയും കൂടിയുണ്ട്. അപ്പൊ ആകെ 25 അരകളാണ് ഏതിലുള്ളത്? 12 വരെ ഉള്ളത്. അതുകൊണ്ട് ഇവിടെ പദങ്ങളുടെ എണ്ണം എന്തായിരിക്കും? 25 ആയിരിക്കും. ഓരോ പദങ്ങളും അര വീതമാണ് കൂടുന്നത്. 12 1/2 ആകെ എത്ര അരകൾ ഉണ്ടെന്ന് നോക്കിയാൽ മതി. പദങ്ങളുടെ എണ്ണം 25 എന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഒരു സമവാക്യമുണ്ട്, അത് ഉപയോഗിക്കാം. അപ്പോൾ പദങ്ങളുടെ എണ്ണം കാണാനുള്ള സമവാക്യം എന്താണ്? ഇതാ, അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം എന്നിട്ട് +1. നമ്മുടെ ഈ സമാന്തര ശ്രേണിയിൽ അവസാന പദം 12.5, ഒന്നാം പദം അര, പൊതുവ്യത്യാസം 1/2. അതിവിടെ കൊടുക്കുക. അപ്പൊ നമുക്ക് 12.5 മൈനസ് അര ബൈ അര +1. ഇനി 12ൽ നിന്നും അര പോയാൽ 12 ആണ് നമുക്കറിയാം. അപ്പോൾ 12 ഹരിക്കണം അര. അപ്പൊ അതെന്ത് എന്തായി വരിക? 12 ആ ഹരണത്തിന് നമുക്ക് ഗുണനമാക്കി മാറ്റാം. അപ്പൊ 12 ഗുണിക്കണം, ഇവിടെ 1/2 ഹരിക്കേണ്ടത്. അപ്പോൾ അതിന്റെ വ്യുൽക്രമം എടുക്കുക, അതായത് തിരിച്ചെഴുതുക. അപ്പോൾ അത് 2/1 ആവും, അതായത് 2 ആവും. അപ്പൊ നമുക്ക് 12 × 2 +1. അപ്പൊ 24 + 1 25. ഈ സമവാക്യം വെച്ച് 25 കിട്ടി. ഈ രീതിയിൽ ചെയ്താലും 25 എന്ന് കിട്ടും. അപ്പോൾ തുക എന്തായിരിക്കും? 25/2 ഇൻറ്റു ഒന്നാം പദം അര പ്ലസ് 12.5. അപ്പോൾ അരയും 12യും കൂട്ടിയാൽ 13 ആണ്. അപ്പോൾ 25/2 ഇൻറ്റു 13. അപ്പോൾ എന്ത് കിട്ടും? 25 × 3 75, അതിൽ 5 ബാക്കി 7. 25 × 1 25, 25ഉം 7ഉം 32, 325/2. ഇനി ഇതിനെ 325നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 162.5 അല്ലെങ്കിൽ 162 1/2 എന്ന് എഴുതാം. അപ്പോൾ ഈ സമാന്തര ശ്രേണിയുടെ തുക 162 1/2 ആണ്. ഇനി നമുക്ക് അവസാനത്തെ സമാന്തര ശ്രേണി നോക്കാം. ശ്രേണി ഏതാണ്? 1/101, 3/101, 5/101, അങ്ങനെ 201/101. അപ്പോൾ ആദ്യ പദം x1 1/101, അവസാന പദം xn 201/101. ഇനി പദങ്ങളുടെ എണ്ണം നമുക്ക് എന്ത് ചെയ്യാം? സമവാക്യം ഉപയോഗിച്ച് തന്നെ കണ്ടെത്താം. ഓക്കെ, അപ്പോൾ പദങ്ങളുടെ എണ്ണം n സമം xn മൈനസ് x1/d + 1 ആണ്. ഇതിൽ d കണ്ടുപിടിക്കണം. പൊതുവ്യത്യാസം d എന്ന് പറഞ്ഞാൽ രണ്ടാം പദത്തിൽ നിന്നും ഒന്നാം പദം കുറയ്ക്കുക. അപ്പോൾ ഇവിടെ രണ്ട് പദങ്ങളുടെയും ഛേദങ്ങൾ തുല്യമാണ്. അതുകൊണ്ട് 3 - 1 2 ഛേദം എഴുതുക. അപ്പോൾ പൊതുവ്യത്യാസം 2/101. ഇനി n കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ n എന്തായിരിക്കും? ആദ്യം നമുക്ക് ഈ ഭാഗം കണ്ടുപിടിക്കാം. xn - x1/d കണ്ടുപിടിക്കാം. അപ്പൊ അതിനു വേണ്ടി xn
201/101 മൈനസ് 1/101. ഛേദം തുല്യമായതുകൊണ്ട് അംശം കുറച്ചു. അപ്പോൾ 200 കിട്ടി. 201 മൈനസ് 1 200. 200/101 ബൈ പൊതുവ്യത്യാസം 2/101. അപ്പോൾ നമുക്ക് 200/101 ഇൻറ്റു 101/2 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഹരണം വരുമ്പോൾ ഛേദവും ഛേദവും നമുക്ക് കട്ട് ചെയ്യാം. അംശവും ലഘൂകരിക്കാം. അപ്പോൾ 101 കട്ട് ചെയ്ത് പോവും. അപ്പോൾ നമുക്ക് 200/2 എന്ന് എഴുതാം. അല്ലെങ്കിൽ 200/101 ഈ ഹരണം ഗുണനമാക്കുക. ഇൻറ്റു എന്നിട്ട് 2/101 തിരിച്ചിടുക. 101/2 എന്ന് എഴുതുക. അപ്പോൾ ഈ 101 മുകളിലുള്ള 101 കട്ട് ചെയ്ത് പോവും. അപ്പോൾ 200/2 കിട്ടും. അതായത് 100 എന്ന് കിട്ടും. ഓക്കെ. xn മൈനസ് എക്സ് 1/d അത് 100 ആണ്. അപ്പം നമുക്ക് n എന്തായിരിക്കും? 100 പ്ലസ് ഈ 1 101. അപ്പോൾ പദങ്ങളുടെ എണ്ണം 101 ആണ്. ആയതുകൊണ്ട് പദങ്ങളുടെ തുക 101/2 ഇൻറ്റു ഒന്നാം പദം 1/101 പ്ലസ് അവസാന പദം 201/101. ഇവിടെ ഛേദങ്ങൾ തുല്യമാണ്. അംശങ്ങളെ കൂട്ടുക. അപ്പോൾ 101/2 ഇൻറ്റു 202/101. 101 ക്യാൻസലായി പോയി. 202/2 കിട്ടും. അതിൽ നിന്നും നമുക്ക് 101 എന്ന് കിട്ടും. അപ്പോൾ ഈ സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക 101 ആണ്. ഓക്കെ. അപ്പോൾ എണ്ണൽ സംഖ്യകൾ വരുന്ന സമാന്തര ശ്രേണിയുടെ തുക കണ്ടു. പിന്നെ ഭിന്നസംഖ്യകൾ വരുന്നത് കണ്ടു. പിന്നെ എണ്ണൽ സംഖ്യകളും ഭിന്നസംഖ്യകളും മിക്സ് ചെയ്ത് വരുന്നത് നമ്മൾ കണ്ടു. ഓക്കെ. പിന്നെ എന്താണ് ഇവിടെ ആദ്യത്തെ 2 ചോദ്യങ്ങളിൽ പൊതുവ്യത്യാസം 1 ആയിരുന്നു. പിന്നെ ഉള്ളതിൽ 1/2 ആയിരുന്നു പൊതുവ്യത്യാസം ഉണ്ടായിരുന്നത്. പിന്നെ ഉള്ളതിൽ എന്തായിരുന്നു പൊതുവ്യത്യാസം? 2/101. അപ്പോൾ അങ്ങനത്തെയുള്ള ശ്രേണികളുടെ എല്ലാം തന്നെ തുക കാണാൻ നമ്മൾ മനസ്സിലാക്കി. ഇതിൽ ഈ 4ാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ. അങ്ങനത്തെ ചോദ്യങ്ങൾ ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. കൂടുതൽ ഉദാഹരണങ്ങൾ നമ്മൾ അവസാനം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ. ഇനി നമുക്ക് 2ാമത്തെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.